ദൃശ്യമാധ്യമങ്ങളുടെ കാലത്ത് അച്ചടി മാധ്യമങ്ങൾക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന്, അതായത് ആഗസ്റ്റ് 3 പുറത്തിറങ്ങിയ പത്രങ്ങൾ. വയനാട്ടിലെ ദുരന്ത സ്ഥലത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഭൂമിക്കടിയിൽ നിന്ന് ദുരന്ത സ്ഥലത്ത് ഒരു ജീവൻ്റെ തുടിപ്പ്, ജീവൻ്റെ ശ്വാസം കേൾക്കുന്നു എന്ന വാർത്തയറിഞ്ഞ് രാത്രി വീണ്ടും ജീവൻ തേടി രക്ഷാപ്രവർത്തകർ, സൈന്യം പ്രവർത്തനം പുനരാരംഭിച്ചു. രാത്രിയിൽ അടിയന്തരമായി വെളിച്ചം സ്ഥാപിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടന്നത്. അപ്പോൾ ജീവൻ തേടി GPS റഡാറിലാണ് ഭൂമിക്കടിയിൽ ഒരു ജീവനുണ്ട് എന്ന സൂചന നൽകിയത്. അപ്പോൾ ആ സൂചന കണ്ടെത്താൻ വേണ്ടി മണിക്കൂറുകളോളം സൈന്യം അവിടെ JCBയും മറ്റും ഉപയോഗിച്ച് കുഴിക്കുകയും അവസാനം ജീവൻ്റെ തുടിപ്പില്ല എന്ന് കണ്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ സംഭവം നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ലൈവായി അപ്പോൾ തന്നെ വിവരം അറിയിച്ചിരുന്നു രാത്രിയിൽ. എന്നാൽ ഇന്ന് പുറത്തിറങ്ങിയ പത്രങ്ങൾ അത് എങ്ങനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് കൗതുകത്തോടെ ഞാൻ നോക്കുകയായിരുന്നു. അപ്പോൾ ഇന്നിറങ്ങിയ പത്രങ്ങളിൽ ഏറ്റവും നന്നായി ആ സംഭവം, ആ ദുരന്ത സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദേശാഭിമാനി പത്രമാണ്. പാർട്ടി പത്രമായ ദേശാഭിമാനിയോടും നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലപ്പോഴും തോന്നാറുണ്ടെങ്കിലും ഇന്നിറങ്ങിയ മലയാള പത്രങ്ങളിൽ ആ സംഭവത്തെ എത്രത്തോളം നന്നായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് നോക്കൂ. ലേഔട്ടിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ശ്വാസമേ എന്ന് പറയുന്ന ഒറ്റ ടൈറ്റിൽ കൊണ്ട്, ആ ഒരു ടൈറ്റിൽ മാത്രം മതി ഭൂമിക്കടിയിൽ നിന്ന് കേട്ട ആ മനുഷ്യ സ്പന്ദനം നമ്മുടെ മനസ്സിൽ കയറി വരാൻ. അതാണ് ശരിക്കുള്ള അച്ചടി മാധ്യമത്തിൻ്റെ ശക്തി. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പലപ്പോഴും നമ്മൾ 1 പേജോ 2 പേജോ എഴുതുന്നതിനേക്കാൾ 1 മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാൾ ശക്തമാണ് ഒരു വാക്ക്. കാരണം ദൃശ്യമാധ്യമത്തിൽ വരുന്ന ദൃശ്യങ്ങൾ മാഞ്ഞു പോകും, ദൃശ്യങ്ങൾ നാം മറന്നു പോകാം. പക്ഷേ വളരെ ശക്തമായ, ഷാർപ്പായ ഒരു വാക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. അതിനുദാഹരണമാണ് പഴയ കാലത്തെ ഒരു ഓർമ്മ. വർഷങ്ങൾക്ക് മുമ്പ് വടകരയിലൊരു സ്വാതന്ത്ര്യ സമര സേനാനി മരിച്ചു. അന്ന് മാതൃഭൂമി പത്രത്തിന് അത് മിസ് ചെയ്തു. മാതൃഭൂമി കുടുംബവുമായി കൂടി ബന്ധമുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മരിച്ചത്. പക്ഷേ മാതൃഭൂമിയുടെ വടകര ലേഖകന് അത് ലഭിച്ചില്ല. മനോരമയിൽ 1-ാം പേജിൽ വലിയ ചിത്രത്തോടുകൂടി ആ മരണവാർത്ത അച്ചടിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് എഴുത്തച്ഛൻ എന്ന ആളായിരുന്നു മാതൃഭൂമിയുടെ എഡിറ്റർ. അദ്ദേഹം ഈ ലേഖകനെ വിളിച്ച് ഊടുപാട് ചീത്ത പറഞ്ഞു. വിംസിയും അന്ന് ന്യൂസ് എഡിറ്ററായിട്ടുണ്ട്. വിംസിയും ലേഖകനെ വിളിച്ച് ചീത്ത പറഞ്ഞു. അങ്ങനെ ആകെ വിഷമിച്ച് ഇരുന്ന ഈ ലേഖകൻ സംഭവസ്ഥലത്തേക്ക് പോയി അന്വേഷിച്ചപ്പോൾ ഈ സ്വാതന്ത്ര്യ സമര സേനാനി മരിച്ചിട്ടില്ല. ആവേശത്തോടെ ഈ വിവരം വിളിച്ച് ന്യൂസ് എഡിറ്ററെ അറിയിച്ചപ്പോൾ ന്യൂസ് എഡിറ്റർ പറഞ്ഞു, വേഗം പോകൂ, വേഗം പോയി അദ്ദേഹത്തെ കാണൂ, ഒരു അഭിമുഖം എടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രാദേശിക ലേഖകൻ പാവം പോയി വിശദമായ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഭിമുഖം എടുത്ത് മാതൃഭൂമി ആഫീസിലേക്ക് അയച്ചു. അപ്പോൾ അടുത്ത ദിവസം വളരെ കൗതുകത്തോടെ പത്രം വരുന്നതും കാത്ത് ഈ ലേഖകനിരുന്നു. പത്രം വന്നപ്പോൾ അദ്ദേഹം അയച്ചു കൊടുത്ത 1 മണിക്കൂർ അഭിമുഖം പത്രത്തിൽ കാണാനില്ല. അതിന് പകരം മാതൃഭൂമി പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഒരു ചിത്രം മാത്രം. അതിന് അടിക്കുറിപ്പ്, ഇന്ന് മലയാളത്തിലിറങ്ങിയ എല്ലാ പത്രങ്ങളും സ്വാതന്ത്ര്യ സമര സേനാനി ഇദ്ദേഹം വായിച്ചു എന്ന് മാത്രം, ഒരു വരി. അപ്പോൾ ആ ഒരു വരിയിൽ, ഒരു വാക്കിൽ എല്ലാം ഉണ്ട്, എല്ലാ അർത്ഥവുമുണ്ട്. കാരണം മരിക്കാത്ത ആളിനെക്കുറിച്ച് മരണവാർത്ത പബ്ലിഷ് ചെയ്ത മനോരമയെ ചീത്ത പറഞ്ഞുകൊണ്ടൊരു ലേഖനമില്ല. എന്തിന്? ആ സ്വാതന്ത്ര്യ സമര സേനാനിയെ പുകഴ്ത്തിക്കൊണ്ട് മറ്റൊരു അഭിമുഖമില്ല. ഒരേ ഒരു വരി മാത്രം മലയാളത്തിലിറങ്ങിയ എല്ലാ പത്രങ്ങളും അദ്ദേഹം വായിച്ചു എന്ന് വെച്ചാൽ സ്വന്തം മരണവാർത്ത മനോരമയിൽ അച്ചടിച്ചു വന്നതും അദ്ദേഹം വായിച്ചു എന്നർത്ഥം. അപ്പോൾ അതുപോലെ അർത്ഥവത്താണ് ദേശാഭിമാനിയുടെ ഇന്നത്തെ ശ്വാസമേ എന്ന ഒറ്റ വാക്കിലുള്ള 1-ാം പേജ് ടൈറ്റിൽ. ഇംഗ്ലീഷ് പത്രമായ ഹിന്ദു പതിവുപോലെ
സെർച്ചസ് കണ്ടിന്യൂ അമിഡ് ഫെയ്ഡിങ് ഹോപ്പ് ഇൻ വയനാട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരു പടവും ഒരു ചിത്രവും 3 കോളം വാർത്ത ചെയ്യും. കാരണം ഹിന്ദുവിന് എന്നും വാർത്തകൾ അങ്ങനെയാണ്. മഹാത്മജി വെടിയേറ്റ് മരിച്ചപ്പോൾ പോലും അത് വലിയ വാർത്തയായി കൊടുക്കാത്ത പത്രമാണ് ഹിന്ദു. അപ്പോൾ ഹിന്ദുവിന് വലിയ വാർത്തകൾ, ഈ ദുരന്തഭൂമിയിൽ 333 പേർ മരിച്ചതോ അത്രയും ആളുകളെ കാണാതായതോ ഒന്നും ഹിന്ദുവിന് വലിയ വാർത്തയായി പലപ്പോഴും തോന്നാറില്ല. മാതൃഭൂമി പത്രം നാളെ എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. നാളെ. കാരണം ഇന്നലെ രാത്രി നടന്ന ആ രക്ഷാപ്രവർത്തനം, ആ ശ്വാസത്തിൻ്റെ ജീവനെ കണ്ടെത്താനുള്ള ശ്രമം, അതിനെക്കുറിച്ച് ഒരു വ്യത്യസ്ത സ്റ്റോറിയോ അത്തരത്തിലുള്ള ഒരു വാർത്തയോ തലക്കെട്ടോ മാതൃഭൂമിയിൽ കാണാനില്ല. മനോരമ ചിത്രം കൊണ്ടും തലക്കെട്ട് കൊണ്ടും വ്യത്യസ്തമാണ്. മരണമേ മതി എന്നാണ്. മരണമേ മതി എന്ന് പറയുന്ന ലീഡ് വാർത്തയോടൊപ്പം മലയാള മനോരമ എന്ന ബാനർ ഹെഡ് താഴ്ത്തിക്കൊണ്ട് പത്രത്തിൻ്റെ ദുഃഖം, പത്രത്തിന് ഈ സംഭവത്തിലുള്ള ഖേദം പ്രകടിപ്പിക്കാനും മനോരമ മറന്നില്ല. മനോഹരമെന്ന് പറഞ്ഞുകൂടാ, ഹൃദയഭേദകമായ ചിത്രങ്ങളും ഒന്നാം പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ദീപിക, മലയാളത്തിലെ ആദ്യത്തെ പത്രം എന്ന് തന്നെ പറയാവുന്ന ദീപിക, മലയാള പത്രം എന്ന് പറയാവുന്ന ദീപിക മടുപ്പില്ലാതെ എന്ന തലക്കെട്ടോടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ചിത്രവും വാർത്തയുമാണ് കൊടുത്തിരിക്കുന്നത്. ദീപികയും ഇന്നലെ രാത്രി നടന്ന ആ ശ്വാസത്തെക്കുറിച്ചുള്ള, ജീവൻ്റെ അന്വേഷണത്തെക്കുറിച്ചുള്ള ആ വാർത്ത ഒന്നാം പേജിൽ കൊടുത്തിട്ടില്ല. സുപ്രഭാതം പത്രം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ദുരന്തത്തിൽ മരിച്ചുപോയവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, കാരണം കോവിഡ് കാലത്തും ഇതുപോലെ മാധ്യമം പത്രം ചെയ്തിരുന്നു. അതുപോലെ ആണ് ദുരന്തത്തിൽ മരിച്ച ആളുകൾ ആരൊക്കെ, കാണാതായവർ ആരൊക്കെ എന്നെല്ലാമുള്ള അന്വേഷണത്തിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലാണ് മണ്ണെടുത്താലും മനസ്സിലുണ്ട് എന്ന തലക്കെട്ടും. മാധ്യമം വളരെ ശ്രദ്ധേയമായ ചിത്രവും തലക്കെട്ടുമാണ്. നാടിൻ നെഞ്ചിൽ എന്നാണ് മാധ്യമം പത്രത്തിൻ്റെ ഒന്നാം പുറം. അനാഥമാകില്ല മൃതദേഹങ്ങൾക്ക് ജനിതക പരിശോധന. മരണസംഖ്യ 320 കവിഞ്ഞു എന്നാണ് മാധ്യമം പറയുന്നത്. 333 എന്നാണ് ഇന്നലത്തെ അവസാനത്തെ വാർത്തകൾ. മഹാദുരന്തം അതിജീവിക്കാൻ ഇരകളെ ചേർത്ത് പിടിച്ച് വീണ്ടും കേരളം. അതിനനുയോജ്യമായ ചിത്രവും. പിതൃ തർപ്പണത്തിൻ്റെ ദിനം ആയതുകൊണ്ടാവണം കേരളകൗമുദി കണ്ണീർ തർപ്പണം എന്ന തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും ഇന്നത്തെ ദിവസത്തെ, കാരണം പരേതാത്മാക്കളെ ഓർക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുന്ന ഈ ദിവസത്തിൽ എന്തു പറഞ്ഞാലും വളരെ അന്വർത്ഥമായ ഒരു തലക്കെട്ടാണ് കണ്ണീർ തമർപ്പണം. ഉറ്റവരുടെ മരണവിവരമറിഞ്ഞ് പൊട്ടിക്കരയുന്ന സ്ത്രീ. ദുരിതാശ്വാസ ക്യാമ്പായ വയനാട് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ദൃശ്യം. പാലം, നമ്മുടെ ബെയിലി പാലം പണിത് മനുഷ്യന് പ്രതീക്ഷ നൽകിയ മേജർ സീത ബെയിലി പാലം പണിത പെൺകരുത്ത്, അവരുടെ ചിത്രവുമായി ഒരു സ്പെഷ്യൽ സ്റ്റോറിയും ഒന്നാം പുറത്ത് കൊടുത്തു. പലപ്പോഴും വലിയ പത്രങ്ങളെക്കാൾ വാർത്തയുടെ കാര്യത്തിൽ മുന്നിലാണ് മംഗളം പത്രം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ ദേശാഭിമാനി കഴിഞ്ഞാൽ ഇന്നലെ രാത്രി എല്ലാവരെയും മുൾമുനയിൽ നിർത്തിയ ആ ശ്വാസത്തെ കണ്ടെത്താനുള്ള അന്വേഷണം, സ്പന്ദിക്കുന്നുവോ ഒരു പ്രാണനെങ്കിലും, മുണ്ടക്കയിലെ റഡാർ സിഗ്നലിൽ പ്രതീക്ഷ, നിരാശ. നല്ല തലക്കെട്ടും ആ അന്വേഷണത്തിൻ്റെ ചിത്രവും മംഗളം ശ്രദ്ധേയമായ ഒന്നാം പേജാണ് നമുക്ക് നൽകിയിരിക്കുന്നത്.